അതായത് ഇപ്പം ജനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെയാണ് ഉറ്റുനോക്കുന്നത്, ആര് ജയിക്കുമെന്ന്. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് വളരെ ഒരു സൂക്ഷ്മത്തിലേക്ക് അവരുടെ ഒരു ദൃഷ്ടി പോകുന്നുണ്ട്. അത് വട്ടിയൂർക്കാവിലേക്കാണ്. വട്ടിയൂർക്കാവിൽ ആര് ജയിക്കും എന്നുള്ളതാണ് വിഷയം. എന്താണ് വിജയനാഥൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങൾ പിന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നു. അതിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. കാരണം അത് BJPയുടെ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഇടം, 2021 അവർ കളഞ്ഞു കുളിച്ച മണ്ഡലവും കൂടിയാണ്. അപ്പോൾ ഇത്തവണ അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നു. എന്ത് വന്നാലും അത് പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ്. പിന്നെ ശ്രദ്ധേയമാകുന്നത് കഴക്കൂട്ടമുണ്ട്, പിന്നെ കാട്ടാക്കടയുണ്ട്, PK കൃഷ്ണദാസ്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലവും A ക്ലാസ് മണ്ഡലത്തിൽ നിൽക്കുന്നതാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം നോർത്താണ് പഴയത്. അതാണ് പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലമായിട്ട്. ഹൃദയഭൂമി. ഇപ്പം വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഇങ്ങനെയാണ് ഈ 4 മണ്ഡലങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടെ ഈ നായർ ഈഴവ സമുദായം പ്രബലമാണ്. പിന്നെ ക്രൈസ്തവരും നല്ല രീതിയിലുണ്ട്. ഇപ്പൊ വന്ന ഒരു സംഭവമാണ് ഈ വട്ടിയൂർക്കാവിൽ വരുന്നതാണ് നാലാഞ്ചിറ പട്ടം ഭാഗമൊക്കെ. ആ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ മാർവേനൻസ് കോളേജ് പോലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കീർത്തി കേട്ട സ്ഥാപനങ്ങളൊക്കെ, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഇടം കൂടിയാണ് വട്ടിയൂർക്കാവ്. അല്ലാതെ വട്ടിയൂർക്കാവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രാമപ്രദേശമല്ല. അതാണ് ഞാൻ. വട്ടിയൂർക്കാവ് വളരെ പ്രധാനപ്പെട്ട ഒരു എലൈറ്റ് ക്ലാസ് ആണ്, എലീറ്റ് ക്ലാസിന്റെ മണ്ഡലമാണ്. ഇത് മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം 2016 മുരളീധരനാണ്, കരുണാകരന്റെ മകൻ K മുരളീധരനാണ് ഇവിടെ മത്സരിച്ച് ജയിച്ചു. അന്ന് 2ാം സ്ഥാനത്ത് വന്നത് കുമ്മൻ രാജശേഖരനാണ്. TN സീമയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിക്കളഞ്ഞു. CPMന്റെ ആലോചിച്ച് നോക്കാൻ. പക്ഷേ 2019 വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ വടകരയ്ക്ക് വണ്ടി കയറ്റി. അതോടുകൂടി TN സീമ ശരിക്കും പറഞ്ഞാൽ അല്ലേ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയി. പക്ഷേ പുതിയ മറ്റു ചില സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയം. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരത്തിന്റെ മേയർ പ്രശാന്ത് ഇറങ്ങി. പ്രശാന്തിലൂടെ വട്ടിയൂർക്കാവ് CPMന്റെ കൈകളിലെത്തി. 2020 ഭരണത്തിലൂടെ പിടിച്ചെടുത്തു. 2021 പിന്നെ LDF തരംഗത്തിലെ പ്രശാന്ത വിജയം ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് 2 ടേം മുഴുവനായിട്ട് പൂർത്തീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് പ്രശാന്തിന് തന്നെ അവസരം കൊടുത്തിരിക്കുകയാണ്. മുരളീധരനെ എവിടെ മത്സരിക്കണമെന്നൊക്കെ ഇങ്ങനെ ആദ്യം കറങ്ങി നിന്നു. മുരളീധരന് 2016 2 തവണ അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. മുരളീധരൻ നല്ല പിന്തുണയായിരുന്നു കേട്ടോ. മുരളീധരൻ ആ മണ്ഡലത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. റോഡുകളൊക്കെ നന്നാക്കി എടുത്തു. റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു. പലരെയും പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിലുള്ള. ഈ മുരളീധരനെ നമ്മൾ കാണുന്നത് പണ്ട് വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന സമയത്താണല്ലോ ഉപതെരഞ്ഞെടുപ്പിലേട്ടൊക്കെ കയറിയത്. ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് വടക്കാഞ്ചേരിയിൽ പോയി തോറ്റില്ലേ? അന്ന് വടക്കാഞ്ചേരി തോറ്റതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? കാറിനകത്ത് ഇങ്ങനെ ഇരിക്കും, ഗ്ലാസ് പോലും താക്കത്തില്ല. 8 നിലയിൽ പൊട്ടിയില്ലേ? പക്ഷെ ആ മുരളീധരനൊന്നും അല്ല പിന്നീട് കണ്ടത്. മുരളീധരൻ ജനങ്ങൾ കരുണാകരന്റെ മകനാണ്. എങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പോകണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ആ മുരളീധരനെയാണ് ഇവിടുന്ന് കോൺഗ്രസിൽ എപ്പോഴും ഈ കോൺഗ്രസ്സുകാർ തെക്ക് വടക്കിട്ട് ഓടിച്ചു. വടകരയ്ക്ക് കൊണ്ടുപോയി, വടകരയിൽ നിന്ന് നേമത്ത് കൊണ്ടുവന്നു. ഇവിടെ ഞാനൊരു കാര്യം, പേഴ്സണലായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ സംവാദം പരിപാടി ദൂരദർശനിൽ അവതരിപ്പിച്ചിരുന്ന സമയത്ത് ഞാനൊരിക്കൽ കോടിയേരിയെ വിളിച്ചു. കോടിയേരിയൊക്കെ വരാമെന്ന്, ഉമ്മൻചാണ്ടി VS ഒക്കെ നമ്മുടെ ചർച്ചകളിൽ വരാറുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം വലിയ അത്ഭുതങ്ങളാണ്. അന്ന് ഒരിക്കൽ കോടിയേരിയെ ഞാൻ വിളിച്ചിട്ട്, കോടിയേരിക്ക് അന്ന് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞ ആൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒരാളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതേ സ്റ്റാച്ചറുള്ള ആളാണ് അപ്പുറത്തുനിന്ന് വരുന്ന കോൺഗ്രസ്സിൽ. അതെനിക്ക് തോന്നുന്ന K മുരളീധരനാണെന്ന് തോന്നുന്നു. അപ്പോൾ കോടിയേരി പറഞ്ഞത്, ഞാനെങ്ങനെ അത് അറേഞ്ച് ചെയ്യുന്നത്? നിങ്ങൾ അറേഞ്ച് ചെയ്യുക. നമ്മളിവിടെ CPMലെ കോടിയേരിയുടെ അത്രയും സ്വാധീനം നോക്കണം. അതേസമയം K മുരളീധരനാണെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിൻ്റെ ടെൻഷൻ അറിയാമല്ലോ വിജയനാഥന്. അതുപോലെ ചെയ്യുന്ന ഒരാളാണ് അന്നേ കർമ്മകുശലനായിട്ട് ഈ തിരക്കിനിടയിലും നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് വളരെ വിനയമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ
മുരളീധരൻ. അല്ല, വടകരയിൽ ചെന്നിട്ടും അവിടെയും വലിയ ജനപ്രിയനായിട്ട് മാറി. പിന്നെ അവിടെ നിന്നാണ് ഉടനെ ഇവിടുത്തെ നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വടകരയിൽ പോയി അടുത്ത തെരഞ്ഞെടുപ്പിന് 2024 തെരഞ്ഞെടുപ്പിന് ചുവരെഴുത്തും പോസ്റ്റർ അടിയും തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞത്, സുരേഷ് ഗോപിയെ നേരിടാൻ വേണ്ടിയിട്ട്. അവിടെ കോൺഗ്രസ്സുകാർ പാര വെച്ചു, പാലം വലിച്ചു. അതുപോലെ എന്റെ സംശയം ഇപ്പോഴും ഇത് ഒരു പാരവെപ്പാണ്, തോപ്പിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തി. മുരളീധരൻ പേരാവൂരിലെ ശൈലജ ടീച്ചറിനെ നിർത്തി തോപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു. അല്ല, ഇവിടെ ഞാൻ അറിഞ്ഞത് മുരളീധരൻ സ്വമേധയാ പ്രഖ്യാപനം നടത്തി എന്നാണ്. അതായത് ഈ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല മുരളീധരനായിരുന്നു. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ വെറും 10 സീറ്റിൽ കിടക്കുകയായിരുന്നു കോർപ്പറേഷനിൽ കോൺഗ്രസ്. ഈ 10ൽ നിന്ന് 20 എത്തിച്ചു. അപ്പൊ മാന്യമായ ഒരു സംഖ്യയുണ്ട്. പണ്ട് ദയനീയ സ്ഥിതിയിൽ പോയതാണ്. ഞാൻ കണക്ക് കൂട്ടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇത്തവണ സംപൂജ്യരായി മാറുമെന്നാണ്. എനിക്കൊന്ന് മുരളീധരന്റെ ശക്തമായ നേതൃത്വത്തിലാണ് അത് 20ലേക്ക് എത്തിയത്. അങ്ങനെ മുരളീധരൻ കൃത്യമായി ഇവിടെ പഠിച്ചിട്ടാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തീർച്ചപ്പെടുത്തിയത്. ഇടയ്ക്ക് മുരളീധരൻ അങ്ങോട്ടേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി. ഗുരുവായൂര് ലീഗിന്റെ സീറ്റാണ്. ലീഗിന്റെ സീറ്റാണ്. അവിടെ പാരയും പാലം വലിയൊന്നും നടക്കത്തില്ല. അവർ അത് സേഫായിട്ട് നിർത്തും. അല്ലെങ്കിൽ തിരുവമ്പാടിയിലോ കൊടുവള്ളിയിലോ ഒക്കെ നിൽക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ജോസ് കെ മാണിക്ക് ലീഗ് പറഞ്ഞില്ലേ തിരുവമ്പാടി തരാം, സേഫ് അല്ലേ. പക്ഷെ ഇപ്പൊ അവിടെ CPM-ന്റെ MLA ആണ് ഉള്ളത്. അത് ഏതാണ്ട് 2000-3000 മാറും. അപ്പോൾ മുരളീധരൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ മുരളീധരന് വലിയ ഒരു അപകടം പതിയിരിപ്പുണ്ട്. എന്നുവെച്ചാൽ ഈ നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയതിന്റെ പ്രധാന കാരണക്കാരൻ കെ മുരളീധരനാണെന്നാണ് RSSകാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെ പോയി നിന്നാലും, ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ തീർക്കും എന്നുള്ള രീതിയിലാണ് RSSകാർ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിൽ വലിയ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് മുരളീധരനെ വീഴ്ത്തുക എന്നുള്ളത്. അവിടെ ശ്രീലേഖ ആണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട് BJP. ഇനി ശ്രീലേഖ ജയിപ്പിക്കുക എന്നുള്ളതല്ല, മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ളത്. കാരണം കുമ്മൻ രാജശേഖരൻ RSSകാരനല്ലേ, ശാഖയുടെ ഒന്ന ആളല്ലേ. കുമ്മനത്തെ പോലുള്ള ഒരാളെ തോൽപ്പിച്ചതിലുള്ള അരിശം നേമത്ത് നിന്ന് അടങ്ങുന്നില്ല RSSകാർക്ക്. ഇവിടെ ഓടിച്ചിട്ട് തീർക്കുമെന്നാണ് അറിയുന്നത്. ഇവിടുത്തെ RSSകാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വട്ടിയൂർക്കാവിൽ ഒരുപാട് RSS ശാഖകളുണ്ട്, ഒരു മുഴുവനുണ്ട്. ഇത് തിരുവനന്തപുരത്തല്ല, കേരളത്തിലെ RSS ശാഖകളിൽ നിന്നും കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് പറയുന്നത് പ്രവർത്തിക്കാനായിട്ട്. RSSകാരാകുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോടെ പ്രവർത്തിക്കും, കാര്യങ്ങളിൽ അതിന്റെ ഒരു ചിട്ടയുണ്ടാവും. അപ്പം കാര്യം നടക്കുകയും ചെയ്യും. മുരളീധരന് പക്ഷെ കോൺഗ്രസ്സുകാരും കൂടെ അതിൻ്റെ കൂടെ പാലം വലിക്കുമെന്നാണ് അറിയാം. ഞാനൊരു കാര്യം കൂടി ഇപ്പം സൂചിപ്പിച്ചോട്ടെ. അതായത് പരവൂരിൽ ഇതുപോലെ VD സതീശൻ മത്സരിക്കുന്നിടത്തും ഇതുപോലെ RSS ആ വർഗീയത എന്നും പറഞ്ഞ് പ്രീണനം നടത്തുന്നതിൻ്റെ ഉണ്ടല്ലോ, അതിനൊരു മറുപടി കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഞാൻ വിജയനഗർ ഒരു സംശയം കൂടെ ചോദിച്ചിട്ട്, അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്ന നമ്മുടെ മുൻ DGP അവരെക്കുറിച്ച് BJPക്ക് തന്നെ അത്ര അഭിപ്രായം നല്ലതാവാൻ വഴിയുണ്ടോ? കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കെ അവിടെ നിന്ന് അവർ അത് ബോയ്ക്കോട്ട് ചെയ്തു പോയി. മര്യാദയില്ലാത്തൊരു നടപടി. ഒന്ന്. രണ്ടാമത് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം അവിടെ ഈ ജനപ്രതിനിധികളെ എല്ലാം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് വിളിച്ചപ്പോൾ എനിക്കിവിടെ അമ്മയുണ്ട്, അമ്മയെ 90 വയസ്സായി നോക്കണമെന്നുള്ള ആ ഒരു എക്സ്ക്യൂസ്, മുടന്തൻ ന്യായം പറഞ്ഞ് പോവാതിരുന്ന അവരോടൊരു ദേഷ്യം BJPക്ക് RSSനും വരാൻ സാധ്യത. ഞാനത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. കാരണം ശ്രീലേഖ ഒരു IPSകാരിയാണ്, റിട്ടയർ ചെയ്തു. ഇവരൊക്കെ അവരുടേതായ ആ ഒരു ബ്യൂറോക്രാറ്റ് സ്വഭാവം അവരിലുണ്ട്. അവരുടെ സ്ഥാനത്ത് രാജേന്ദ്രനായാലും ഈ ഞാനായാലും IAS IPS എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്നൊന്നും താഴേക്ക് വരത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ BJP കൗൺസിലർമാരെല്ലാം ട്രെയിനിൽ കയറിയിരുന്ന് ആട്ടവും പാട്ടും നടത്തി തിന്നും കുടിച്ചും ഒക്കെ പോകുന്നതിനിടയ്ക്കിരുന്ന് ശ്രീലേഖ IPS പോകുമോ? അവര് പിന്നെ IPS എടുത്ത കാലം മുതൽ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടേ ഉള്ളൂ. ഈ 2 ദിവസം ഇവിടെ കേരള എക്സ്പ്രസ് ഓഫർ ചെയ്തിരുന്നതാണ് ആ കാലത്ത്. അതും വേണ്ടെന്ന് പറഞ്ഞു, ഇത്രയും പൈസ ആകുമെന്ന് പോകായിരുന്നു. ഫ്ലൈറ്റിൽ അവർക്ക് എനിക്ക് വയ്യ, ഞാൻ ഫ്ലൈറ്റിൽ വന്നോളാം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവരാണ് ഇവിടുന്ന് പോയ BJPക്കാരായി. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം കൂടെ,
ഇതിൻ്റെ കൊണ്ട് ഉത്തരം പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. അതായത് അവർക്ക് വേണമെങ്കിൽ ഞാൻ BJPയുടെ വേണ്ട, ഞാൻ തന്നെ ഡൽഹി ഫ്ലൈറ്റിന് അത്ര ചാർജ് ഒന്നും അല്ലല്ലോ. ഇപ്പോൾ ഉഡാൻ പരിപാടി അനുസരിച്ച് എല്ലാവരും ഫ്ലൈറ്റിലാണ് പോകുന്നത്. അത് ഞാൻ തന്നെ വന്നോളാം, ഞാൻ വന്ന് പങ്കെടുത്തോളാം എന്ന് പറയായിരുന്നു ഇവരോടൊപ്പം. അല്ല, ഇവര് എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അത് ഈ ഉത്തരം ഞാൻ പറഞ്ഞ ഉത്തരവാണ്. ഈ BJPക്കാര് ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രിയെ കാണുന്നത്. ശ്രീലേഖ കുറെ പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഈ എല്ലാ IAS IPSകാർക്കും ഇങ്ങനെ ഉണ്ട്. അതിൽ നിന്ന് ഒരുപക്ഷെ വ്യത്യസ്തനായിട്ട് നിന്നിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പൊ ദിവ്യ S അയ്യർ പോലും എല്ലായിടത്തും ഇറങ്ങി ആടുകയും പാടുകയും ചെയ്യുന്നു. പക്ഷെ കാര്യത്തിലെടുക്കുമ്പോൾ ആ ബ്യൂറോക്രാറ്റിക് സ്വഭാവം തന്നെ ഉണ്ടാകും. അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ വിജയനാഥ് ഒരു കാര്യം പറഞ്ഞു, നേരിട്ട് കണ്ട ഒരു കാഴ്ച, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇവരെത്തിയപ്പോഴും എന്തൊരു സ്വീകരണമായിരുന്നു അവിടെ കിട്ടിയെന്നറിയാം. അത് പ്രത്യേകിച്ചും ഇവിടുത്തെ നമ്മുടെ രാജേഷിനേക്കാളും ആ ഡെപ്യൂട്ടി മേയർക്കാണ് എന്തൊരു സിനിമാ നടന്മാരെ നടികളെ സ്വീകരിക്കുന്ന പോലെയാണ് അവിടെ ഗംഭീര സ്വീകരണം. അല്ല, അത് ഈ പാർട്ടിയുടെ ഒരു സത്യമല്ല, അവിടെ വന്ന യാത്രക്കാരുൾപ്പെടെ അത് ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ശ്രീലേഖയ്ക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ശ്രീലേഖ പക്ഷേ ഈ നിയമസഭാ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് വലിയ സന്തോഷം മുഖത്ത് വന്നു. അവരെ പൊക്കിയെടുക്കുകയായിരുന്നു. ആ പുരുഷാരം ചേർന്നിട്ട് അവരെ പൊക്കിയെടുത്തപ്പോൾ ആ സന്തോഷം അവർ പങ്കിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഇവര് സംസ്ഥാനത്തെ ഒരു DGP അല്ലായിരുന്നു? ആയിരുന്നു, ആദ്യത്തെ വനിതാ DGP. രാജേന്ദ്രൻ ദൂരദർശനിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. നാളെ അവിടെ പിന്നെ ഈ താഴെ ഒരു സ്ലീപ്പർ അല്ലേ, ഈ താഴെ ക്ലാസ്സിലേക്ക് അതിലേക്ക് പോയി ജോലി ചെയ്യൂ. ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ശരിയാണ് വിജയനാഥ് പറഞ്ഞത്. പൊതുവെ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സുഖം കിട്ടുന്ന അവിടുത്തെ തൂപ്പുകാരികളുണ്ട്, പ്യൂൺമാരുണ്ട്, ഏറ്റവും താഴെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കും. കാരണം അവർക്കാണ് യഥാർത്ഥ സ്നേഹം, മറ്റേതല്ല ഈ അഭിനയം മാത്രം. അത് എനിക്കുള്ള അതുകൊണ്ട് താഴേക്കിടയിലെ ആൾക്കാർക്ക് എപ്പോഴും ഇടപെടുന്ന ഒരാളാണ്. ഈ ശ്രീലേഖ കൗൺസിലറായിട്ട് മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ എല്ലാം കണക്കുകൂട്ടല് മേയറായിരിക്കും. എക്സാക്ട്ലി. അത് കാര്യമെന്നറിയാമോ? അപ്പൊ എല്ലാവരും കണക്ക് കൂട്ടിയോ, ശ്രീലേഖയെ പോലുള്ള ഒരാൾ മേയറായിട്ട് വരുന്ന വലിയ ഇതല്ലേ, ഒരു ഹൈ പ്രൊഫൈൽ അല്ലേ. ഇവിടെ പഴയ രാഷ്ട്രീയക്കാരുടെ കക്ഷത്തിൽ ഡയറി ഇടുക്കി വരുന്ന രാഷ്ട്രീയക്കാരന്മാരെ പോലെ അല്ലല്ലോ ശ്രീലേഖ. പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ പോയി വരവേൽക്കുന്നത് ഒരു IPSകാരി മേയറാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറൊരു ലെവലാണ്. രാജേഷ് മോശക്കാരൻ നല്ലത് ഞാൻ പറയുന്നത്, അങ്ങനെ ചിലർ കണ്ടു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആലോചിക്കും, സംസ്ഥാനത്തിന്റെ DGP ആയിരുന്നിട്ടുള്ള ഇവർ ഒരു കൗൺസിലറായിട്ട് എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ ചോദിച്ചത്. രാജേന്ദ്രൻ ഉയർന്ന ഒരു സ്ഥാനത്ത് ഇരുന്നു, പൊതുവെ അങ്ങനെയാണ്. അല്ല, താഴെത്തട്ടിലെ ജീവനക്കാരെ നമ്മൾ പരിഹസിക്കാനില്ല എന്നുള്ളതാണ്. പ്രോട്ടോകോളിന്റെ ഒരു പ്രശ്നം അതിനകത്ത് അവർക്ക് വരാറുണ്ട്, പലപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെ അപൂർവം പേരെ കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് ചോദിക്കുന്നത്, ഇവർ മേയറാവാൻ മോഹിച്ചു എന്നുള്ള സത്യം, അതിനേക്കാൾ വലിയൊരു പൊസിഷൻ ഇപ്പോൾ കിട്ടിയപ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു നീരസം തന്നെയാണ് അന്ന് വേറെ കാരണങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്ത് പോയത്. രണ്ടാമത് പോകായിരുന്നു ഈ കാരണം കൊണ്ട് തന്നെ അല്ലേ എന്നുള്ളൊരു സംശയത്തോട് നീരസമുണ്ട്. തീർച്ചയായിട്ടും ആ നീരസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന കാരണം. അപ്പോൾ RSS ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുരളീധരൻ അത് ഒരു തീവാർന്ന പോരാട്ടം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.